As for God, His way is perfect. ദൈവത്തിൻ്റെ വഴി തികവുള്ളത് എന്ന് 18-ാം സങ്കീർത്തനം 30-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ദൈവത്തിൻ്റെ വഴി എളുപ്പമുള്ള വഴി എന്നല്ല, പകരം തികവുള്ള വഴി അത്രേ. എന്നുവച്ചാൽ ദൈവത്തിൻ്റെ പ്രവർത്തന രീതി ഒരു തരത്തിലും കുറവോ വികലമോ അല്ല. അവിടുത്തെ വഴികൾ കുറ്റമറ്റതും സത്യവും നീതിയും ശുദ്ധവുമാണ്. അവിടുന്ന് സമ്പൂർണനാകൊണ്ട് നമുക്കെല്ലാ കാര്യങ്ങളിലും അവനെ വിശ്വസിക്കാമെന്നർത്ഥം. ക്രിസ്തീയ ജീവിതം എളുപ്പത്തിൻ്റെ മാർഗമല്ല. യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യം, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ക്രിസ്തീയ ജീവിതം തികവുള്ള മാർഗമായതിനാൽ അതിൽ കഷ്ടതയുണ്ടെങ്കിലും ദൈവത്തിൻ്റെ സംരക്ഷണം അതിലുണ്ട്. നമ്മെ ഏതൊരു കാര്യത്തിനായിട്ടാണോ ഈ വഴിയിലേക്ക് ദൈവം കൊണ്ടുവന്നത്, അത് നിവർത്തിക്കുവാനായി വഴിയുടെ അന്ത്യം വരെ അവിടുത്തെ സംരക്ഷണം നമുക്കുണ്ടായിരിക്കും. ദൈവത്തിൻ്റെ പദ്ധതികളും ലക്ഷ്യങ്ങളും മാർഗനിർദ്ദേശങ്ങളും കുറ്റമറ്റതാണ്. അവിടുത്തെ ജ്ഞാനം മാനുഷിക ധാരണയെ കവിയുന്നു. അവിടുത്തെ വഴികൾ എപ്പോഴും നല്ലതും ശരിയായുള്ളതിലേക്കും നയിക്കുന്നവയാണ്. അവിടുന്ന് ഒരിക്കലും ഈ വഴിയിൽ നമ്മെ പരാജയപ്പെടുത്തുകയില്ല. അതുകൊണ്ട് നമുക്കവനിലും അവിടുന്ന് തന്ന വാഗ്ദാനങ്ങളിലും അവിടുത്തെ വഴികളിലും ആത്മവിശ്വാസത്തോടെ ആശ്രയിക്കാം. നാം ദൈവത്തിൽ ആശ്രയിക്കുകയും നമ്മുടെ ജീവിതം അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ അവൻ നമ്മുടെ പരിചയം, നമ്മുടെ സംരക്ഷകനും നമ്മുടെ സുരക്ഷിത സങ്കേതവുമായി തീരുന്നു. ദൈവത്തിൻ്റെ വഴി തികവുള്ളത് എന്ന് 30-ാം വാക്യത്തിൽ പ്രഖ്യാപിക്കുന്ന ദാവീദ് 32-ാം വാക്യത്തിൽ പറയുന്നു, ഗോഡ് മേക്ക് മൈ വേ പെർഫെക്റ്റ്. എൻ്റെ വഴി തികവുള്ളതാക്കുന്ന ദൈവം. ഒരു കാലത്ത് കുറവുകളുള്ള ഒരു വഴിയിലൂടെ സഞ്ചരിച്ചിരുന്നവരാണ് നാം ഓരോരുത്തരും. എന്നാൽ നാം ദൈവത്തിൽ ആശ്രയം കണ്ടെത്തിയത് നിമിത്തം ദൈവത്തിൻ്റെ വഴി നാം തിരഞ്ഞെടുത്തു. ആ ദൈവത്തിൻ്റെ വഴി തന്നെയാണ് ദാവീദ് പറയുന്നത്, എൻ്റെയും വഴി. എനിക്ക് എൻ്റേതായ ഒരു വഴിയില്ല. അങ്ങനെ ഒരു വഴി ഉണ്ടെങ്കിൽ അത് തികവില്ലാത്ത വഴിയായിരിക്കും. ഡിയർ ഫ്രണ്ട്സ്, സ്വന്തം വഴി തിരഞ്ഞെടുത്ത് അതിലൂടെ യാത്ര ചെയ്യുന്ന ആരെങ്കിലും ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ആ വഴിയിൽ ഇനി അധിക ദൂരം പോകരുത്. അത് അപകടത്തിലേക്കും നാശത്തിലേക്കും നയിക്കുന്ന വഴിയാകിയാൽ ദൈവത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുക. അല്പസ്വല്പ പ്രയാസങ്ങളും കഷ്ടതകളും ദൈവത്തിൻ്റെ വഴിയിലുണ്ടെന്നാലും അത് തികവുള്ള വഴിയാണ്. വിശ്വസിക്കുവാൻ കൊള്ളാവുന്ന തികവുള്ള വഴി. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.